ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ പോകണം. എഗ് ബിരിയാണി. അപ്പോൾ കുക്കറിൽ ജസ്റ്റ് ബാച്ചിലർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ജസ്റ്റ് ക്വിക്കായിട്ട് ഉണ്ടാക്കുന്ന ഒരു തട്ടിക്കൂട്ട് പുലാവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു എഗ് ബിരിയാണിയാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ബിരിയാണി ഉണ്ടാക്കാൻ പോകുക. കാരണം എന്ന് വെച്ചാൽ അപ്പുറം എന്തോ ഒരു പരിപാടി നടക്കുവാണ്. ഇവിടുത്തെ കർണാടക ടൈപ്പിലുള്ള എന്തോ ഒരു പരിപാടി നടക്കുക. അപ്പം ഭയങ്കര സൗണ്ടൊക്കെ ആയിരുന്നു കേട്ടോ. എന്തൊക്കെയോ ഇപ്പോൾ പിന്നെയും പിന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ സൗണ്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്തിപ്പോൾ എന്തെങ്കിലും തുടങ്ങണം. അപ്പം നമുക്ക് പെട്ടെന്ന് എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് പെട്ടെന്ന് നല്ല സൗണ്ട്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നേ ഇല്ല. ഞാനപ്പോൾ അതിനൊന്ന് കാണിച്ചു തരാം നിങ്ങളെ. എന്തോ ഇവിടുത്തെ ഒരു എന്തോ ആചാരമാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, എന്നെ കാണിച്ചു തരാം. ഞാൻ പെട്ടെന്ന് കയറി പോകുന്നു. കാരണം എന്താണെന്ന് വെച്ചാലേ ഇപ്പോൾ നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ടാലേ പ്രശ്നമാകുമോ നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കയറി പോകും. എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നല്ല കാറിയാണ് പറയുന്നത്. എന്നിട്ടും സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് മനസ്സിലാകുന്നില്ല. നല്ല എന്ത് പരിപാടി അവിടെ. ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവത്തിന് ദേവി ഇങ്ങനെ ദേഹത്ത് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ തുള്ളൂലോ ചേച്ചിമാരൊക്കെ. അതുപോലെ ഒരു ചേച്ചി അവിടെ ഇങ്ങനെ തലയിൽ കുടം വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് തുള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഒരു സംഭവം ഇവിടുത്തെ ആൾക്കാരൊക്കെ അറിയുള്ളൂ. എനിക്ക് എന്താ സംഭവം എന്ന് അറിയില്ല. അപ്പോൾ ഞാൻ എല്ലാം പെട്ടെന്ന് അരിഞ്ഞു വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എനിക്കറിയില്ല ഗൈസ് എന്താ അവിടെ നിന്ന്. ആദ്യം കുക്കർ നമ്മൾ അടുപ്പിൽ വെക്കുക. കുക്കർ വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് കുക്കർ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് മതി. ഞാൻ അധികം എണ്ണ ഉപയോഗിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളല്ലാത്തതുകൊണ്ട് അധികം എണ്ണ ഒഴിക്കുന്നില്ല. എനിക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുള്ള ടേസ്റ്റ് മതി. നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചത്. ഒരു കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ സവാള ഇട്ട് കൊടുക്കാൻ പോവാണ്. പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് വാടി വരാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. നമുക്ക് പിന്നെ ഉപ്പിടണമല്ലോ. നമുക്ക് നോക്കിയിട്ട് നമുക്ക് അരി ഇടുമ്പോൾ നമുക്ക് അതിനോട് ഉപ്പിടാം. കുറച്ചിട്ടാൽ മതി. ഒന്ന് ആടി വരട്ടെ. പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ്. മാക്സിമം എമൗണ്ടിൽ ഞാൻ ഇടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിരിക്കും. എൻ്റെ ഫുഡിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കുന്നു നോക്കരുത്. കാരണം എൻ്റെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. സീരിയസ്ലി പറയുന്നത് നല്ല ടേസ്റ്റാണ്. നമ്മൾ അടുത്ത് ടൊമാറ്റോ ആണ്. സവോള ചെറുതായിട്ട് വാടി വെച്ചിട്ടാണ് ടൊമാറ്റോ ഇതാക്കിയിട്ട്. നല്ല ടേസ്റ്റുള്ളൊരു സംഭവം തന്നെയാണ്. ഇത് എൻ്റെ തന്നെ റെസിപ്പി ആണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. എൻ്റെ തന്നെ റെസിപ്പി അല്ല. എന്താണെന്ന് വെച്ചാൽ നോർമലി നമ്മൾ പുലാവും അല്ലെങ്കിൽ നോർമലി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഐറ്റം
എന്താ ആദ്യം എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്നും ചൂടാകാനിപ്പം എണ്ണയിലോട്ട് തന്നെ നമ്മൾ ഇത് ഗീ ഒഴിച്ചു, നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ അത് ചൂടായി ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും സവോളയും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ടു. വഴണ്ട് വന്നപ്പോൾ ഇച്ചിരി ഉപ്പും ഇട്ട് വഴണ്ട് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതൊന്ന് ഇളക്കിയിട്ട് തക്കാളിയും കൂടി ഇട്ടു. ഒന്ന് അടച്ച് വെക്കണമെങ്കിൽ അടച്ച് വെക്കാം, കുക്കറല്ലേ അടച്ച് വെക്കണ്ട. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, കാരണം നമുക്ക് പിന്നെ ഇത് വിസിൽ വെക്കാനുള്ളതാണല്ലോ. ഞാൻ വീട്ടിൽ നിന്നുള്ള സ്പൈസസ് ആക്കി. അപ്പോൾ നമുക്ക് കുറച്ച് ആ ഒരു നോൺ വെജ് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് പട്ടയും അതുപോലെ പട്ടയിലൊക്കെ ടൈപ്പാണ് ഒരു തടി പോയിരിക്കുന്നത് അല്ലേ പട്ട, അങ്ങനെ തോന്നുന്നു, കറുവപ്പട്ട ആയിരിക്കും, അല്ലെങ്കിൽ തന്നെ അമ്മ കൊല്ലും. നിനക്ക് ഇത്ര കറുവപ്പട്ട പോലും അറിയില്ലെന്ന് ഓർക്കില്ലേ? അതല്ലേ പിന്നെ കുറച്ച് എന്തൊക്കെയോ പൊടികളൊക്കെ മാത്രമേ എല്ലാം ഇട്ടേക്കാം. പിന്നെ ഇതെന്താ ഗ്രാമ്പൂൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമില്ല, പിന്നെ ഒരു വഴിക്ക് പോകുന്നതല്ലേ അപ്പോൾ നമ്മൾ ഇട്ടേക്കാം. ഗ്രാമ്പൂ അല്ലേ അത്? ഇതല്ലേ ഗ്രാമ്പൂ? ഇതാ ഗ്രാമ്പൂ, മറ്റേ സ്റ്റാർ എന്താണോ. അമ്മമ്മ അച്ഛനോടുള്ള സമയത്ത് അവർ രണ്ടുപേരും മല്ലിയൊക്കെ മേടിച്ച് രാത്രി വരെ ഉണക്കി കുടിക്കുകയായിരുന്നു. ഇപ്പം അതിൻ്റെ ആർക്ക് നേരെ ഇഷ്ടം, ആരും ചെയ്യാനില്ലല്ലോ, പുതിയൊന്നല്ലേ ഉള്ളൂ. അപ്പോൾ തക്കാളി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത് എടുത്ത് കാണിക്കുന്നതാണ് വിഷയം. ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി മുളക് പൊടി അതൊക്കെ നിങ്ങളുടെ അളവിനെടുത്താൽ മതി. ഞാനിതിപ്പം എരിവ് ഇഷ്ടപ്പെടുന്ന ആളല്ലാത്തതുകൊണ്ട് ഓൾറെഡി ഞാൻ കുറച്ച് മല്ലി എടുത്തിട്ടായിരുന്നു, നോർമൽ മല്ലി. അത് കുറച്ചധികം ഇട്ടു, കാരണം പൊടി നമ്മൾ കുറച്ചധികം ഇടണം, റൈസ് ഇടുന്നല്ലേ. ഒരു 5 ടീസ്പൂൺ ഗരം മസാല 1 ടീസ്പൂൺ മതി, കാരണം ചിക്കൻ മസാല ഒരുപാട് ഇട്ടല്ലോ. പിന്നെ മെയിനായിട്ട് പെരുംജീരകത്തിൻ്റെ പൊടി. എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി എനിക്ക് മറ്റേ ബിരിയാണി അരി നല്ല നോർമൽ നമ്മുടെ ഇതാണ് 45 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന അരിയാണ്. നാട്ടിലെ പക്ഷേ അത് റേഷൻ അരി, നാട്ടിലെ റേഷൻ അരിയാണ് ഇവിടെ 45 രൂപ കൊടുത്ത് ഞാൻ മേടിക്കുന്നത്. നല്ല വാഴ ഇട്ട് കൊടുക്കാം. അരി നമുക്ക് ഈ അരിയല്ലേ എടുക്കുന്നത്. ഈ അരിക്ക് ഞാൻ കൈ ഇട്ടിട്ട് എത്രയാണോ എടുക്കുന്നത് അതിൽ നിന്ന് ഇത്രയും കൂടുതൽ കണ്ടോ, ഈ ഒരു വര കണ്ടോ, ഇത്രയും എക്സ്ട്രാ വെള്ളം എടുക്കത്തുള്ളൂ. അതിൽ ഒരു വിസിൽ അത് തീ കൊടുക്കാം. നമുക്ക് ഇച്ചിരി തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തൈരും കൂടെ ആ വെള്ളത്തിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ മിനിഞ്ഞാന്ന് മേടിച്ചത്, ഫ്രൈഡേ മേടിച്ചത്, പക്ഷെ അത് നമുക്കിനി ബാക്കി പിന്നെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ എന്താണ് 7 മാർക്ക് കൊടുക്കുന്നതെന്ന്. കാരണം മോസ്റ്റ്ലി ഒരു പ്രശ്നമല്ല, ഒരു എന്താ ഇച്ചിരി കൂടെ ബെറ്റർ ആകാൻ തോന്നിയത് റൈസ്. ഇതെൻ്റെ നോർമൽ റൈസാണല്ലോ. മറ്റേ റൈസ് ആയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ഒരു ബിരിയാണിയുടെ ഇത് തോന്നിയാൽ. റൈസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വേറെ മല്ലിയില ഇല്ലാത്തതിൻ്റെ ഒരു വിഷയമുണ്ട്. അതർവൈസ് സൂപ്പർ. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ അധികം ഒന്നുമില്ല, ഇപ്പം അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇല്ലെന്നുണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ട്രൈ ചെയ്യാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ഇടും, ഓക്കെ? അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ എന്താണ് 7 മാർക്ക് കൊടുക്കുന്നതെന്ന്. കാരണം മോസ്റ്റ്ലി
ഒരു പ്രശ്നമല്ല, ഒരു എന്താ ഇച്ചിരി കൂടെ ബെറ്റർ ആകാൻ തോന്നിയത് റൈസ്. ഇതെൻ്റെ നോർമൽ റൈസാണല്ലോ. മറ്റേ റൈസ് ആയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ഒരു ബിരിയാണിയുടെ ഒരു ഇത് തോന്നിയാൽ. റൈസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വേറെ മല്ലിയില ഇല്ലാത്തതിൻ്റെ ഒരു വിഷയമുണ്ട്. അതർവൈസ് സൂപ്പർ. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ അധികം ഒന്നുമില്ല, ഇപ്പം അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇല്ലയെന്നുണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ട്രൈ ചെയ്യാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ഇടും. ഓക്കെ, ബൈ.